എവിടെ ട്രാവൽ ചെയ്താലും ഈ വിൻ്റർ ആകുമ്പോൾ ഒരു റിക്വസ്റ്റാണ്, പേഴ്സണൽ അനുഭവമാണ് മച്ചാനെ. ഞാൻ ഓർത്തു അറ്റാക്കാണെന്നാണ് ഓർത്തത്. അതിനേക്കാളൊക്കെ റേറ്റ് കുറവാണിത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അബീസുക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് ലണ്ടനിലാണ്. നമ്മൾ വിൻ്റർ വണ്ടർലാൻഡൊക്കെ കാണാനായിട്ട് ലണ്ടൻ ഒരു 3 ദിവസം സ്റ്റേ ആണ്. അപ്പം ഇതിലൊരു ഇൻഫർമേഷൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലണ്ടൻ 26, 27, 28 നിങ്ങൾക്കറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും റൂമും കാര്യങ്ങളും എടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ ലണ്ടനിലെടുത്ത റൂമിനെ പറ്റിയൊരു വീഡിയോയും പിന്നെ നമ്മുടെ ആ ഒരു അക്കോമഡേഷനെ പറ്റിയും അവർ തന്ന സൗകര്യത്തെ പറ്റിയും. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷണൽ ആയിട്ടോ നിങ്ങൾ ഇവിടുന്ന് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊരു ചെറിയ സെറ്റപ്പാണ്. ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റപ്പ്. കാര്യം നമുക്കറിയാം ഈ സമയത്ത് ലണ്ടനിലെ റൂംസ് എന്ന് പറയുന്നത് നല്ല പീക്കായിരിക്കും, ക്രിസ്മസ്, ന്യൂ ഇയർ. അതുകൊണ്ട് നമ്മൾ പാടുപെട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ്. അപ്പം യൂസ്ഫുള്ളുള്ള ആൾക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടണമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ ലൈഫ് പോലെ ചെയ്തു പോകണം. ഇഷ്ടമുള്ളവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ അക്കോമഡേഷൻ്റെ പേരെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ആംഹാസ്റ്റ് ഹോട്ടൽ. ലൊക്കേഷൻ വന്ന N16. അപ്പം ഇവിടെ വരുമ്പം നമുക്ക് ലണ്ടനിൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് നമുക്കിവിടെ ഫ്രീ പാർക്കിംഗ് കിട്ടും. ലണ്ടനിൽ പാർക്കിങ്ങിൽ ഇന്നലെ നമ്മൾ 4 മണിക്കൂർ വിൻ്റർ വണ്ടർലാൻഡ് അടുത്ത് വണ്ടി ഇട്ടേന് അവർ നമ്മുടെ നിന്ന് മേടിച്ചത് 18 പൗണ്ട്. അത് ഏറ്റവും കുറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു 26 മിനിറ്റോളം നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ബാക്കി കാണിച്ചെല്ലാം 28 പൗണ്ട്, 30 പൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ ഡേ 2 ദിവസം നമ്മൾ ഈ അക്കോമഡേഷൻ തന്നെയാണ് എടുത്തത്. വേറെ ഒന്നുമല്ല, നമുക്കിവിടെ ഫ്രീ ആയിട്ട് കാർ ഇടാം. ഇവിടെ വരുമ്പം നിങ്ങളുടെ കാറ് ഇലക്ട്രിക്കലാണെങ്കിൽ നമുക്കിവിടെ ഇലക്ട്രിക്കൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ വണ്ടി, നമ്മൾ ഇന്നലെ വന്ന 2 വണ്ടി, ഈ ഗോപിയുടെ ബെൻസ്, നൈഫിൻ്റെ BMW. പിന്നെ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചീപ്പായിട്ടുള്ളൊരു ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റേറ്റ് കുറവിൽ നമുക്ക് അഫോർഡബിളായിട്ട്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, കിച്ചണിന് കിച്ചൺ എല്ലാം ഉണ്ട്. ഓക്കെ, ഹീറ്റർ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പ്രൈവസി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നമ്പർ ലോക്ക് ഞാൻ നിങ്ങളെ കാണിക്കണില്ല. ഫുള്ളും നമ്പർ ലോക്കാണ് കേട്ടോ. ഇവിടെ ഒന്നും താക്കോൽ സിസ്റ്റം ഇല്ല, ഫുള്ള് നമ്പർ ലോക്ക് പരിപാടിയാണ്. ഓക്കെ, നമ്മൾ റേറ്റ് കുറവെന്ന് പറഞ്ഞാലും എല്ലാ റൂമും ബുക്ക് ചെയ്തേക്കണം ഓൾമോസ്റ്റ് ഇംഗ്ലീഷുകാരായിട്ടോ. UK-കാരാണെന്നറിയില്ല, എല്ലാം നല്ല വെളുത്ത ഇംഗ്ലീഷുകാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ചെറിയ നമുക്കിരിക്കാൻ വേണ്ടിയാട്ടോ. നമ്മൾ 2 റൂം തരും, ഞങ്ങൾ 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ്. ഓക്കെ, ബാ, ഇതെല്ലാം പാർട്ട് ഓഫ് ഞങ്ങളുടെ ആട്ടോ ഇത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് തന്നേക്കണം കിച്ചൺ. ഇപ്പം നിങ്ങളുടെ പേരൻസൊക്കെ വരുവാണെങ്കിലും ഇവിടെ എടുക്കണം, നല്ലതായിരിക്കും. ഞാൻ വേറെ ഒരെണ്ണം വൈഫിൻ്റെ പേരൻസ് വന്നപ്പോൾ ഒരെണ്ണം കാണിച്ചു തന്നായിരുന്നു, അതും നല്ലതാണ്. അതിനേക്കാളൊക്കെ റേറ്റ് കുറവാണിത്. ഓക്കെ, ഇത് പിന്നെ നമുക്ക് രാവിലെ വെള്ളം തിളപ്പിക്കാം. പിന്നെ കട്ടൻ ചായക്കുള്ള പഞ്ചസാരയും ബ്രൂഡ് കോഫി പൗഡറുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ബ്രെഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ബ്രെഡ് റോസ്റ്റ്, മൈക്രോവൻ. ഫുഡ് മേടിക്കുവാണെങ്കിൽ നമുക്ക് മൈക്രോവനും ബ്രെഡ് റോസ്റ്റും ചെയ്യാം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ഗാർഡനും കാര്യങ്ങളും. സമ്മറിലേക്കും വരുവാണെങ്കിൽ പിള്ളേർക്കായിട്ട് വരുവാണെങ്കിൽ ഓടിക്കളിക്കാം. പിന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെയാണ് നമ്മുടെ ഗോപിയുടെ റൂം. എല്ലാ റൂമിനും ഒരു ചെറിയ ബെഡ്റൂമും ഒരു ബാത്റൂമും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ 20. നമ്മൾ ഇന്നലെ രാത്രി വന്ന് കയറിയതാട്ടോ. ഇത് നമ്മുടെ റൂം. ഇത് ഇന്നലെ നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിൽ നിന്ന് എറിഞ്ഞിട്ടതാട്ടോ. അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ അൽമാര, നമുക്ക് ഡ്രസ്സെല്ലാം ഹാങ്കറിൽ നമുക്ക് കൊളുത്തിടാം. ഓക്കെ, TV ഉണ്ട്, TV വർക്കിംഗ് ആണ്. പിന്നെ ലാപ്ടോപ്പ്, പിന്നെ അത്യാവശ്യം ചാർജ് ചെയ്യാനുള്ള പോർട്ടബിൾ കാര്യം എല്ലാം ഉണ്ട്. ഇവിടെ 2 എണ്ണം ചാർജ് ചെയ്യാനുണ്ട്. റൂം ചെറുതാണെങ്കിലും സെറ്റാണ്. പിന്നെ നമ്മൾ സ്ഥിരതാമസത്തിനും ഒന്നുമല്ലല്ലോ, ജസ്റ്റ് 2 ദിവസം വന്നൊന്നും ലണ്ടൻ നിൽക്കാൻ വന്നല്ലേ. നല്ല റൂം. പിന്നെ ഇതൊരു വാഷ്റൂം പറയത്തൊക്കെ വലിയ സെറ്റപ്പല്ല, പക്ഷേ ചൂടുവെള്ളം കിട്ടും. ഇത് ഇവിടെ ടോയ്ലറ്റ്, ഇപ്പോൾ ടോയ്ലറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ. ഇനി ഇത് ബുക്ക് ചെയ്ത ആളോട് ഇതെങ്ങനെ ബുക്ക് ചെയ്തു, ഏത് സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തു എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ വിൻ്റർ വണ്ടർലാൻഡ് കാണണമെന്ന് ഒരു നവംബർ ലാസ്റ്റിലേക്കാണ് എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചത്. ഡിസംബർ തുടക്കത്തിൽ തന്നെ booking.com ഭയങ്കരമായിട്ട് സെർച്ചിങ് തുടങ്ങി. പക്ഷേ രസം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കണ്ടു, നാളെ ആട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ആ കണ്ട അക്കോമഡേഷൻ അങ്ങ് പോകും.
അപ്പം നല്ല റഷാണ്, നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്യും. അങ്ങനെ പൈസ ഒന്നും നോട്ടമില്ല. നമ്മളല്ലേ പൈസയും നോക്കി അഫോർഡബിൾ ആയിരിക്കണം, പിന്നെ കാർ പാർക്കിംഗ് ഫ്രീ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ പലതും തപ്പിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പം മാക്സിമം നോക്കേണ്ടത് അത്യാവശ്യം ഇഷ്ടപ്പെട്ട നമ്മളത് ബുക്ക് ചെയ്തിടുക. ചിലതൊക്കെ ഫ്രീ ബുക്കിംഗ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ റൂം എടുക്കുന്നതിന് ഒരു 7 ഡേയ്സ് മുന്നേ നമുക്ക് ഫീ അടച്ചാൽ മതി. അങ്ങനത്തെ ചില ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ റൂം നമുക്ക് കിട്ടിയത് Booking.com ത്രൂ ആണ്. 2 ദിവസത്തേക്കാണ്. അതായത് 26-ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 28-ന് ചെക്ക് ഔട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും ദിവസത്തേക്ക് ഫ്രീ കാർ പാർക്കിംഗ് ആണ്. എല്ലാം കൂടെ നമുക്ക് 2 റൂം വിത്ത് കിച്ചൺ എല്ലാം കൂടെ വന്നപ്പോൾ 300 പൗണ്ട്സിനാണ് കിട്ടിയത്. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ. ഭീമ നമ്മുടെ റൂമിലോട്ട് കയറാൻ പോണു. ഇതായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു വൈബിലുള്ള റൂമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സമ്മർ ആകുമ്പോഴാണ് ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. സമ്മറിൽ ഇത് സ്റ്റാർട്ട് ആവുന്നതാണ് പറഞ്ഞത്. കണ്ടോ, ഇങ്ങനെ തടിയുടെ റൂമും കാര്യങ്ങളും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പം ലണ്ടൻ വരുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ടെസ്കോയിനിക്കും വെള്ളം മേടിച്ച് കാറിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല കേട്ടോ. വിൻ്റർ വണ്ടർലാൻഡ് ആ ലൊക്കേഷൻ പോകുമ്പം അവിടെ എവിടെ വെള്ളം മേടിക്കാൻ പോയാലും 4 പൗണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടെസ്കോ അവിടെ കിട്ടിയില്ലെന്ന്. ടെസ്കോ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല. ഇത് നമ്മൾ എച്ചിത്തരം ഒന്നും പറയണമെന്നല്ല. ആവശ്യമുള്ളവർ മാത്രം അതങ്ങനെ ചെയ്താൽ മതി. കാശുള്ളവർ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എവിടെ ട്രാവൽ ചെയ്താലും ഈ വിൻ്റർ ആകുമ്പോൾ ഒരു റിക്വസ്റ്റാണ്, പേഴ്സണൽ അനുഭവമാണ് മച്ചാനെ. ഞാൻ അറ്റാക്കാണെന്നാണ് ഓർത്തത്. പിന്നെയാണ് അടുത്തത് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലമാണ്. നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എനിക്കറിയാം വിൻ്റർ ആകുമ്പോൾ ആരും വെള്ളം കുടിക്കില്ലാന്ന്. നമ്മൾ ഓരോ ഏരിയ മാറുമ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ടാപ്പ് വാട്ടർ എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റണില്ല. എനിക്ക് തോന്നുന്നു ഷെഫീൽഡിലെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ബ്രോ. ഞാനിത് ചുമ്മാ ഒരു എന്താ പറയണ ഒരു വീഡിയോക്കായി പറയണതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് അടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കള്ളം പറയാമെന്ന് ഓർക്കും. ഓക്കെ, ഷെഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടാപ്പ് വാട്ടർ അല്ല ഇവിടെ വരുമ്പോൾ കിട്ടണം. ഇവിടെ വെള്ളത്തിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കുളിക്കുമ്പോൾ ആണെങ്കിലും ഒരു പശപശപ്പ് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു മച്ചാനെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കണ്ടോ. ഓയ് എങ്ങോട്ടാ പോണം രാവിലെ തന്നെ ഇങ്ങനെ നടക്കുവാണോ? നമുക്ക് ലണ്ടൻ വന്നപ്പോൾ പുതിയ കൂട്ടുകാരനെ കിട്ടിയിട്ടോ. നമ്മുടെ അക്കോമഡേഷൻ എല്ലാം ഇവനാണ് സെറ്റാക്കി തന്നത്. ഇവനിപ്പോൾ നമ്മൾ എന്നാന്ന് വിളിക്കും, അവൻ്റെ പേരെന്നാന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ നമ്മൾ റൂം തുറന്നപ്പോൾ തന്നെ നമ്മുടെ റൂമിലോട്ട് കയറി വന്നു. ഓക്കെ, ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവർക്കുടെയും സപ്പോർട്ട് വേണം. ഓക്കെ.